നമ്മുടെ 12ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് മലയാളം സെന്റൻസുകളും അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇത്തരം വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. നീ എങ്ങനെ അറിഞ്ഞു? നീ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് യു കം ടു നോ? ഹൗ ഡിഡ് യു കം ടു നോ? പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. There is nothing to fear. There is nothing to fear. കാർത്തിക് പോക്കറ്റിൽ നിന്നും പേന എടുത്തു. കാർത്തിക് took a pen out of his pocket. കാർത്തിക് took a pen out of his pocket. നീ എപ്പോഴെങ്കിലും സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടോ? Have you ever witnessed sunset? ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നീ എപ്പോഴെങ്കിലും എന്നത് നമുക്ക് പല ആൾക്കും എങ്ങനെയാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടതെന്ന് അറിയില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ട്. സോ എങ്ങനെയാണ് ഇത് പറയേണ്ടത്, ചോദിക്കേണ്ടത്? ഹാവ് യു എവർ, എപ്പോഴെങ്കിലും എന്നത് വരുമ്പോൾ എവർ എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരേണ്ടത്. ഓക്കെ, സോ ഹാവ് യു എവർ വിറ്റ്നസ്ഡ് സൺസെറ്റ്? എപ്പോഴെങ്കിലും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാകുമോ? ക്യാൻ ഐ ഹെൽപ്പ് യു? ക്യാൻ ഐ ഹെൽപ്പ് യു? നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുക. പിക്ക് വാട്ട് യു വാണ്ട്. പിക്ക് വാട്ട് യു വാണ്ട്. വീട്ടിൽ എത്തിയാലുടൻ എന്നെ വിളിക്കൂ. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ഹോം. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ഹോം. എനിക്ക് ഇപ്പോൾ വരാൻ കഴിയില്ല. ഐ ക്യാൻറ്റ് കം നൗ. ഐ ക്യാൻറ്റ് കം നൗ. അവളുടെ വീട് എവിടെയാണ്? വേർ ഇസ് ഹർ ഹൗസ്? വേർ ഇസ് ഹർ ഹൗസ്? അയാൾക്ക് അതൊരു വലിയ മൃഗത്തെപ്പോലെ തോന്നി, പക്ഷേ അതൊരു എലിയായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ലാർജ് ആനിമൽ ടു ഹിം, ബട്ട് ഇറ്റ് വാസ് എ മൗസ്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ലാർജ് ആനിമൽ ടു ഹിം, ബട്ട് ഇറ്റ് വാസ് എ മൗസ്. കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്രൈയിങ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്രൈയിങ്? അവൾക്ക് വളരെ ഏകാന്തതയും സങ്കടവും തോന്നി. She felt very lonely and unhappy. She felt very lonely and unhappy. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു അത്. That was a difficult question to answer. That was a difficult question to answer. ആ ബൈക്ക് കണ്ടപ്പോൾ അവൾ സഹോദരനെ കുറിച്ചാണ് ചിന്തിച്ചത്. She was thinking about her brother when she saw that bike. She was thinking about her brother when she saw that bike. വാതിലിന് പുറത്ത് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. There was a boy outside the door. There was a boy outside the door. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.